മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ AICC പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തലയുടെ നിലപാട് ഇനി എന്തായിരിക്കാം? രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിലാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ ഇവിടെയുണ്ട്. ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തെ സമീപിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. എങ്ങോട്ടേക്കാണ് അദ്ദേഹം പോയത്? അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായി എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് പോകുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം അങ്ങോട്ട് പോകാനായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. മാധ്യമങ്ങളോട് അദ്ദേഹം ഇന്ന് രാവിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചതാണ്. അതിനുശേഷം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഔദ്യോഗികമായി യാതൊരുവിധ കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായി ഇന്ന് പ്രഖ്യാപനം ഉണ്ടായ ദിവസമാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അത് നടക്കും. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാർട്ടിയോട് എക്കാലവും കൂറു പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന യാതൊരു സമീപനവും സ്വീകരിക്കാത്ത നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ ഒരു വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം രമേശ് ചെന്നിത്തലയുടെ മനസ്സറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അതിനുശേഷം അദ്ദേഹത്തെ നമുക്ക് കാണുവാനോ സംസാരിക്കുവാനോ സാധിച്ചിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്താണ്, ഞങ്ങൾ ഹരിപ്പാട് ഓഫീസിലാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തെ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്വാഭാവികമായി അദ്ദേഹത്തിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് അദ്ദേഹം. തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും അർഹമായ പരിഗണന ലഭിക്കേണ്ട ഒരു നേതാവുമാണ് അദ്ദേഹം. യാതൊരുവിധ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടും ആ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ, പാർട്ടിക്ക് ദോഷകരമാകുന്ന പ്രസ്താവനകൾ നടത്താതെ, തൻ്റെ അണികളെ കൊണ്ട് പാർട്ടിക്ക് ദോഷമാകുന്ന പരസ്യമായ പ്രസ്താവനകളോ ഫ്ലെക്സ് യുദ്ധങ്ങളോ അല്ലെങ്കിൽ തെരുവിൽ പ്രകടനങ്ങളോ നേതാക്കന്മാരെ അധിക്ഷേപിക്കലോ ഒന്നും ചെയ്യാതെ എന്നും പാർട്ടിയോട് വിധേയത്വം പുലർത്തി പല വിധത്തിൽ അദ്ദേഹത്തിന് അപമാനിക്കപ്പെടുന്ന സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായപ്പോഴും, പലതവണ അവഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പാർട്ടിയിലെ പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടുന്ന യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്തൊരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. തുടർന്നും അദ്ദേഹം പാർട്ടിയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന ഒരു നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടില്ല. മാധ്യമങ്ങൾ കാണാൻ അദ്ദേഹം എവിടെയുണ്ടോ അവിടെ കാണാൻ ശ്രമിച്ചു കാണും. പക്ഷേ മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം പോയി എന്നാണ് പറയുന്നത്. അതൊക്കെ ചുമ്മാ. രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവ് മാധ്യമങ്ങളെ കണ്ണിൽപ്പെടാതെ പോകേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു സീനിയറായ നേതാവിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണിത്. അദ്ദേഹം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് സജീവമായി അദ്ദേഹം കടന്നു വരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അതിനും അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് മുമ്പ് ഒരു അഭിപ്രായം പറയേണ്ടി വരുമ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ആലോചിച്ചും അല്ലെങ്കിൽ നേതൃത്വവുമായി സംസാരിച്ചിട്ടുമായിരിക്കും അതിൻ്റെ തീരുമാനം പറയേണ്ടിയിരുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണാതെ പോകാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. രമേശ് ചെന്നിത്തല പൂർണ്ണമായും പാർട്ടിക്ക് വിധേയമായി തന്നെ നിൽക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇവിടെ ഹരിപ്പാടുള്ള സഹപ്രവർത്തകർ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് എന്ത് കാര്യം ഏത് സമയത്ത് പറയണമെന്ന് കൃത്യമായി അറിയാം. അത് കൃത്യസമയത്ത് തന്നെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമെന്നും സഹപ്രവർത്തകർ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.